തൃണമൂൽ കോൺഗ്രസ് കത്ത് പുറത്തുവിട്ടത് തറ നിലപാടാണെന്നും PV അൻവർ. തൃണമൂൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തോട് എതിർപ്പില്ലെന്ന് PV അൻവർ. തൃണമൂൽ കോൺഗ്രസിൽ നിന്നും പിണങ്ങിയിറങ്ങിയല്ലെന്നും ഒരു വാർത്താ ചാനലിനോട് പ്രതികരിക്കവേ അൻവർ വ്യക്തമാക്കി. സംസ്ഥാന രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുസരിച്ച് തന്ത്രങ്ങൾ മാറ്റേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസുമായി ചേർന്നാൽ BJP അത് രാഷ്ട്രീയ ആയുധമാക്കുമെന്ന ആശങ്ക തൃണമൂലിനുണ്ടാകാമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അതേസമയം തന്റെ പുതിയ പാർട്ടി അടുത്ത മാസം പ്രഖ്യാപിക്കുമെന്നും അൻവർ പറഞ്ഞു. എന്നാൽ പാർട്ടിയുടെ പേര് ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെന്നും അദ്ദേഹം അറിയിച്ചു. തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് മാറാൻ തീരുമാനിച്ചിരുന്നു എന്നാണ് അൻവർ പറയുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസുമായി സഹകരിക്കാതെ മുന്നോട്ടു പോകാൻ സാധിക്കില്ലെന്നും UDFുമായി കൈകോർക്കുക അനിവാര്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തൃണമൂലിന്റെ നിലപാട് കോൺഗ്രസുമായി സഹകരിക്കുന്നതാണെന്നെങ്കിലും അത് കേരളത്തിൽ പ്രായോഗികമല്ലെന്നും അദ്ദേഹം വിമർശിച്ചു. കത്ത് താൻ നൽകിയതാണെന്നും കത്ത് പുറത്തുവിട്ട തൃണമൂൽ നേതൃത്വത്തിന്റെ നടപടി നിലവാരമില്ലാത്തതാണെന്നും വ്യക്തിപരമായി നൽകിയ കത്ത് പുറത്തുവിട്ടത് തറ നിലപാടാണെന്നും PV അൻവർ പറഞ്ഞു. കത്തിൽ പറഞ്ഞ പേരുകാരിൽ പലരും ഇപ്പോൾ ഇടതുപക്ഷത്തോടൊപ്പമില്ല. അവരുമായി ചർച്ച നടത്തി തൃണമൂൽ നേതൃത്വം അന്ന് തയ്യാറായില്ല. കേരളത്തിൽ UDFുമായി അല്ലാതെ NDAയുമായി സഹകരിക്കാൻ കഴിയുമോ? കോൺഗ്രസുമായി സഹകരിക്കരുതെന്ന തൃണമൂലിന്റെ നിലപാട് അംഗീകരിക്കാൻ കഴിയില്ലെന്നും PV അൻവർ വ്യക്തമാക്കി. പിണറായിയുമായുള്ള പോരാട്ടത്തിന് പാർട്ടിക്കുള്ളിൽ നിന്ന് പിന്തുണ കിട്ടിയിരുന്നു. മന്ത്രിപദങ്ങളൊന്നും സ്വപ്നം കണ്ടിട്ടില്ലെന്നും ഉള്ള അധികാരങ്ങൾ വിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയതാണ് താനെന്നും ലക്ഷ്യം പിണറായി സർക്കാരിനെ താഴെയിറക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ബേപ്പൂരിൽ കുടുംബാധിപത്യം അവസാനിക്കുകയാണ് ലക്ഷ്യം. മെയ് 4-ന് വേണ്ടി കാത്തിരിക്കുകയാണെന്നും PV അൻവർ പറഞ്ഞു. അതേസമയം ബേപ്പൂരിലെ UDF സ്ഥാനാർത്ഥി PV അൻവർ തൃണമൂൽ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് പുതിയ പാർട്ടി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നതിന് പിന്നിൽ വലിയ രാഷ്ട്രീയ തന്ത്രമെന്ന രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. ബേപ്പൂരിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച അൻവർ പരാജയം മണത്തതോടെയാണ് അപ്രതീക്ഷിത നീക്കം നടത്തുന്നത്. താൻ പരാജയപ്പെട്ടാലും UDF അധികാരത്തിൽ വരുമെന്നാണ് അൻവറിന്റെ കണക്കുകൂട്ടൽ. അങ്ങനെ വന്നാൽ സർക്കാരിന്റെ ഭാഗമായുള്ള പല അധികാര സ്ഥാനങ്ങളിലേക്കും പരിഗണിക്കപ്പെടാൻ തൃണമൂൽ കോൺഗ്രസ് മേൽവിലാസം അൻവറിന് വിനയാകും. ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണെങ്കിലും പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും വൈരികളാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിൽ UDFന്റെ ഭാഗമായി നിന്ന് അധികാര സ്ഥാനങ്ങൾ നേടുക പ്രയാസമാണെന്ന തിരിച്ചറിവിലാണത്രേ അൻവർ പുതിയ നീക്കം നടത്തുന്നത്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ മത്സരമാണ് കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ മണ്ഡലത്തിൽ നടന്നത്. ഇടത് MLA ആയിരുന്ന PV അൻവർ CPMനോട് കലഹിച്ച് രാജിവെക്കുകയും തൃണമൂൽ കോൺഗ്രസിൽ ചേരുകയുമായിരുന്നു. തൃണമൂലിനെ അസോസിയേറ്റഡ് അംഗമാക്കി ബേപ്പൂരിൽ സീറ്റ് കൊടുത്ത UDF ഒപ്പം കൂട്ടിയത് VD സതീശന്റെ തന്ത്രമായിരുന്നു. എന്നാൽ മന്ത്രി മുഹമ്മദ് റിയാസ് അവിടെ വിജയം നിലനിർത്തുമെന്നാണ് സൂചനകൾ. PV അൻവർ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ ശ്രമിച്ചെങ്കിലും മുഹമ്മദ് റിയാസിനെ അട്ടിമറിക്കാൻ ആവശ്യമായ പിന്തുണ അവിടെ ലഭിച്ചില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ കണക്കുകൂട്ടൽ. മുസ്ലിം വോട്ടർമാർക്കിടയിൽ സർക്കാരിനെതിരെ പ്രതിഷേധമുണ്ടെങ്കിലും റിയാസിന്റെ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ ഗുണകരമാകുമെന്നാണ് CPMും കണക്കുകൂട്ടുന്നത്. തോൽവി തിരിച്ചറിഞ്ഞ അൻവർ UDF ഭരണം പിടിക്കുമെന്ന് കണക്കുകൂട്ടുന്നു. അങ്ങനെ വന്നാൽ പല ബോർഡ് കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനങ്ങളിലേക്കും തന്നെ പരിഗണിക്കാൻ ഇടയുണ്ടെന്നും അൻവർ കരുതുന്നുണ്ടത്രേ. എന്നാൽ കേരളത്തിലെ കോൺഗ്രസുമായി പാർട്ടി സഹകരിക്കുന്നതിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് താല്പര്യമില്ല. ഇത് തന്റെ അവസരങ്ങൾ നഷ്ടമാക്കുമെന്ന തിരിച്ചറിവാണത്രേ തൃണമൂൽ ബന്ധം ഉപേക്ഷിക്കാൻ അൻവറിനെ പ്രേരിപ്പിക്കുന്ന ഘടകം. തൃണമൂൽ കോൺഗ്രസുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചതായി പാർട്ടി സംസ്ഥാന കൺവീനർ കൂടിയായ PV അൻവർ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയായിരുന്നു. തൃണമൂൽ കോൺഗ്രസിലെ എല്ലാ സ്ഥാനങ്ങളും രാജിവെച്ചതായി അദ്ദേഹം പറഞ്ഞു. ഉടൻ പുതിയ പാർട്ടി രൂപീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ ആശയങ്ങളോട് യോജിക്കുന്നതായിരിക്കും പുതിയ പാർട്ടി. മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് സ്വഭാവമുള്ളതായിരിക്കും പാർട്ടി. കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന സംസ്ഥാന പാർട്ടി ഫാസിസത്തെയും പിണറായിസത്തെയും ഒരുപോലെ എതിർക്കും. മെയ് പകുതിക്കകം സംസ്ഥാനത്ത് പുതിയ രാഷ്ട്രീയ സംവിധാനം വരുമെന്നും അൻവർ പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി ചേർന്നാണ് തീരുമാനമെടുത്തത്. 1.5 വർഷമായി തൃണമൂൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരികയാണ്. പഞ്ചായത്ത് തലത്തിൽ വരെ കമ്മിറ്റി രൂപീകരിച്ച് നന്നായി പ്രവർത്തിച്ചു വരികയായിരുന്നു. എന്നാൽ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് സ്വാഭാവികമായി ലഭിക്കേണ്ട ഒരു പിന്തുണയും ലഭിച്ചില്ല. കോൺഗ്രസുമായി സഹകരിക്കുന്നതിൽ ഒരു പ്രയാസവുമില്ല എന്നായിരുന്നു ദേശീയ നേതൃത്വത്തിന്റെ നിലപാട്. കാര്യങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഇതിൽ നിന്ന് പിന്മാറി. കോൺഗ്രസുമായി ഐക്യപ്പെട്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കത്തെയും പിന്തുണയ്ക്കാൻ ബംഗാളിൽ അവർക്ക് പ്രയാസമുണ്ടെന്ന് നേതൃത്വം അറിയിച്ചു. ബേപ്പൂരിൽ നടന്ന മത്സരത്തിൽ ദേശീയ തലത്തിൽ നിന്ന് ഒരു നേതാവിനെ അയച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ കോൺഗ്രസുമായി വേദി പങ്കിടാൻ പറ്റില്ല എന്നവർ പറഞ്ഞു. ബംഗാളിൽ അത് രാഷ്ട്രീയപരമായി ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നാണ് പറഞ്ഞത്. ഈ നിലപാടുമായി മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയാണ് തൃണമൂലുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് പുതിയ പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ചത്. കേരളത്തിന് പ്രത്യേക പരിഗണന നൽകുന്ന പാർട്ടിയാണ് രൂപീകരിക്കുക. ഇതുമായി ബന്ധപ്പെട്ട സംസ്ഥാന കമ്മിറ്റിയിൽ പ്രമേയം പാസാക്കി അൻവർ പറഞ്ഞു. ദേശീയ നേതൃത്വത്തിന് കോൺഗ്രസിനോടുള്ള അകൽച്ച തന്നെയാണ് അൻവറിനെ തൃണമൂൽ വിടാൻ പ്രേരിപ്പിച്ചതെന്ന് ഈ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ LDF അല്ലെങ്കിൽ UDF എന്നത് മാത്രമാണ് നിലവിലെ സാധ്യത. ഇനി LDFിലേക്ക് ഒരു തിരിച്ചുപോക്ക് ഉടൻ സാധ്യമല്ലെന്ന് അൻവറിന് നന്നായി അറിയാം. ഈ സാഹചര്യത്തിൽ സ്വന്തം സംസ്ഥാന പാർട്ടി രൂപീകരിച്ച UDFിൽ നിൽക്കുക എന്നത് മാത്രമാണ് അൻവറിന് മുന്നിലുള്ള ഏക വഴി. ആ വഴി തന്നെ അൻവർ തെരഞ്ഞെടുക്കുകയും ചെയ്തു.